പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാടി അവസാനിപ്പിച്ചു. സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെയാണ് വാഴ്ത്തുപാട്ട് ആലപിച്ചത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തും മുൻപേ തന്നെ സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനാ പ്രവർത്തകരായ സ്ത്രീകളും പുരുഷന്മാരും അണിനിരന്ന് ഗാനാലാപനം തുടങ്ങിയിരുന്നു. സ്തുതിഗീതവുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാട്ട് ഒഴിവാക്കുമെന്ന തരത്തിൽ ചർച്ചയുണ്ടായെങ്കിലും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ് പാട്ട് പൂർത്തിയാക്കിയത്. എല്ലാ ഘട്ടത്തിലും സാമൂഹികമായി ഇടപെട്ട സംഘടനയാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നും ഭരണത്തിന്റെ സ്വാദ് കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനത്തിന്റെ സ്പർശം കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങൾക്കും ഉണ്ടാവണം. വികസനത്തിന്റെ സ്വാദ് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും അനുഭവിക്കണം. അതുകൊണ്ടാണ് സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് LDF സർക്കാർ പ്രഖ്യാപിച്ചത്. അതായിരുന്നു LDFന്റെ കാഴ്ചപ്പാട്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതം തടയാനാണ് ഗവേഷണം നടത്തുന്നതെന്നും കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.